ഹായ്, ദിസ് ഇസ് അശ്വിൻ പ്രസാദ്. 8 വസന്തലു തെലുങ്കിൽ നിന്ന് ഈ അടുത്ത് കണ്ട ഒരു അടിപൊളി ഒരു പടമാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് അത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ പടം തിയേറ്ററിൽ പോയി കാണാനിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇത് റിലീസ് ഒന്നും ഇല്ലായിരുന്നു. മാക്സിമം ഞാൻ നോക്കിയതാണ് എവിടെങ്കിലും ഇത് കാണുമോ ഇല്ലയോ എന്ന്. പക്ഷെ ഒരു ഒരിടത്ത് പോലും PVR പോലും റിലീസ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ OTT വരട്ടെ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കാണാനായിട്ട്. അപ്പൊ ഇന്നലെ അത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കണ്ടു. അടിപൊളി പടമാണ്. കുറച്ച് റൊമാൻസും കുറച്ചൊരു മോർ ഓഫ് എ പൊയട്രിക് വേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു കവിത പോലാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. കാരണം ഈ സംവിധായകൻ, അതായത് ഇത് എഴുതിയേക്കുന്നതും സംവിധാനം ചെയ്തേക്കുന്നതും ഫനീന്ദ്ര നഗശെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകനാണ്. ആ പുള്ളിക്കാരന്റെ മുന്നത്തെ ഒരു സിനിമയാണ്, അത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് സ്ട്രീം ചെയ്തേക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-100 പേരുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഈ സിനിമ, ആ ഒരു സിനിമ മനു എന്ന് പറഞ്ഞ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നെറ്റ്ഫ്ലിക്സ് തന്നെ സ്ട്രീം ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര അങ്ങനെ ഒരു സിനിമ, അതായത് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് ആ ഒരു സമയത്ത് എനിക്കൊന്ന് 2017-18 സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു സിനിമ ഒരു മിസ്റ്ററി ആഡ് റൊമാൻസ് ഫിലിമാണ്. അതിനകത്തിലും കൂടുതൽ ഒരു ആർട്ടിസ്റ്റിക് വേയില്, കൂടുതലും ഈ ഒരു പൊയറ്റിക് ഫോമിൽ തന്നെയാണ് ആ സിനിമയും ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു എസൻസും ഈ സിനിമയ്ക്ക് അതിലുണ്ട്. കാരണം റൊമാൻറ്റിക് ടോട്ടലി ഒരു റൊമാൻറ്റിക് ഫിലിം എന്നതിൽ ഉൾപ്പെടെ കൂടുതൽ അതിനെ ഒരു പൊയട്രിക് വേയിലൂടെയാണ് അതിനെ പുള്ളിക്കാരൻ ഇതിനകത്തിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള പടമാണ്. മെയിനായിട്ട് ഇത് ലൊക്കേഷൻ വരുന്നത് ഊട്ടിയും അതുപോലെ തന്നെ കാശ്മീരൊക്കെയാണ്. കാശ്മീരിലൊക്കെ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ അങ്ങ് അഡിക്റ്റ് ആയിട്ട് പോകും. കാരണം ഇതിനകത്തില് ഒരു ഓട്ടം സീസൺ കാണിക്കുന്നുണ്ടേ. അപ്പോൾ അത് ഇല പൊഴിയുന്നതൊക്കെ ആ കാശ്മീരിലെ ആ ഒരു ലൊക്കേഷൻ കാണിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം നമുക്ക് കിട്ടും. ഭയങ്കര രസമാണ് ഇതിനകത്ത്. ലൊക്കേഷൻ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും. മെയിനായിട്ട് ഇതിനകത്ത് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത് അനന്തിക സനൽകുമാറാണ്. മലയാളിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ശുദ്ധി അയോധ്യ എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. മെയിനായിട്ട് ഇതിനകത്ത് മാർഷൽ ആർട്സിന്റെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ടാണ് അതൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ കുറെ എന്താ പറയുന്നത്, ഭയങ്കര രസമുള്ളൊരു എഴുത്താണ്. എനിക്ക് എസ്പെഷ്യലി ഇതിന്റെ ഒരു ആസ്തറ്റിക്സ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ ഓരോ ഡയലോഗ്സും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പെട്ടെന്ന് ഈ ഒരു പേര് 8 വസന്തലു, നമ്മൾ പ്രത്യേകിച്ച് ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ സീസൺസ് ഇങ്ങനെ മറിയുന്നതനുസരിച്ച് ആ ഒരു ക്യാരക്ടറിനൊപ്പം പോകുന്ന ഒരു സംഭവമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിലുൾപ്പെടെ ഈ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണെന്നൊക്കെ ഇതിന്റെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെറുതെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട് പോകുന്ന ഒരു പരിപാടിയല്ല ഇതിനകത്തില്. ഇതിൽ മെയിൻ ലീഡ് ചെയ്തേക്കുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ അനന്തികയുടെ ഒരു പോർഷൻസ് ഒക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പുള്ളിക്കാരി ഒരു ഹഗ് ഒക്കെ കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതും ആ ഒരു അത്രയും തണുപ്പത്ത് ഒരു സാരിയൊക്കെ എടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് അതിനകത്ത് കാണാൻ പുള്ളിക്കാരി. ഭയങ്കര രസമുള്ള പടം, ഭയങ്കര നല്ലൊരു സിനിമ. നെറ്റ്ഫ്ലിക്സിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. തെലുങ്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും അടിപൊളി ഒരു റൊമാൻറ്റിക് ഫിലിം കിട്ടുന്നത്. അതും ഒരു പൊയട്രിക് വേയില്, നല്ല രീതിയിലുള്ള എഴുത്ത്, നല്ല ഡയലോഗ്സ്. എനിക്ക് എന്തായാലും ഈ സിനിമ ഒന്നുകൂടെ കാണണം. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന്റെ മുന്നത്തെ സിനിമയും അതിലും കൂടുതൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു.